കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ. യെസ് സാർ. ഹലോ. യെസ് സർ. ഇല്ല, ഫയൽ അയച്ചിട്ടില്ല. ഇന്ന് തന്നെ അയച്ചേക്കാം സർ. യെസ് സർ. ശരി സർ. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ആരാ? ശിവ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ എഞ്ചിനീയറാ. പേര് റാംമോഹൻ. ആ, ഇരിക്കെ. താങ്ക് യു സർ. ഈ അടുത്ത സമയത്ത് ഒരു നഴ്സിംഗ് ഹോമിൽ 2-3 രോഗികൾ മരണപ്പെട്ടില്ലേ, ആഹാരത്തിൽ വിഷം കലർന്നിട്ട്? ആ നഴ്സിംഗ് ഹോം എൻ്റെ സഹോദരിയുടേതാണ്. ഓഹോ. ഞാനൊരു ടൂറിലായിരുന്നു. വൈകിയാണ് വിവരങ്ങൾ അറിഞ്ഞത്. വല്ലാത്തൊരു ദുരന്തമായിപ്പോയി. അറിഞ്ഞപ്പോൾ ഞാൻ ആകെ ഷോക്ക്ഡായിപ്പോയി. വളരെ നല്ല രീതിയിൽ നടന്നു വന്നിരുന്നൊരു സ്ഥാപനമായിരുന്നു അത്. പക്ഷേ പബ്ലിക്കിന്റെ നോട്ടത്തിൽ ഇമേജ് ആകെ മാറി മറിഞ്ഞു. എൻ്റെ അനിയത്തിയുടെ ഭാഗ്യദോഷമെന്നല്ലാതെ എന്തു പറയാൻ. സാറിനറിയോ, മാനസിക രോഗികൾക്കായി സ്വന്തം ലൈഫ് മുഴുവനും ഒഴിഞ്ഞു വെച്ചോളാണ് എൻ്റെ അനിയത്തി. അതിനൊരു കാരണമുണ്ട്. മെന്റൽ പേഷ്യൻ്റ് ആയിരുന്നു ഞങ്ങളുടെ അമ്മ. ഒരു ആക്സിഡന്റിൽ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് അമ്മ അങ്ങനെ ആയത്. ആ ബിറ്റർ എക്സ്പീരിയൻസ് ആണ് ഒരു മാനസിക രോഗ ആശുപത്രി തന്നെ തുടങ്ങാൻ രേഖയെ പ്രേരിപ്പിച്ചത്. ചികിത്സ അവൾക്ക് കച്ചവടമല്ല, ഒരു മിഷനാണ്. സാറിനറിയോ, വിവാഹം കഴിക്കാൻ പോലും എൻ്റെ അനിയത്തി മറന്നുപോയി. അവളുടെ ലോകത്തിൽ വിവാഹമോ ഭർത്താവോ ഒന്നുമില്ല, രോഗികൾ മാത്രം. എന്നിട്ടാണ് സാർ ഇങ്ങനൊരു ട്രാജഡി. മിസ്റ്റർ രാമോഹന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവും. പക്ഷേ വിധിയെ തടയാനാവില്ലല്ലോ. പബ്ലിക്കിന്റെ മുമ്പിൽ നിങ്ങളുടെ അനിയത്തിക്കും ആ നഴ്സിംഗ് ഹോമിനും ഇപ്പൊ ഭയാനകമായൊരു ഇമേജാണുള്ളത്. പക്ഷേ രേഖ തെറ്റുകാരിയല്ലല്ലോ സർ. അല്ലായിരിക്കാം. പക്ഷേ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, കസ്റ്റഡിയിലെടുത്താൽ രേഖയുടെ ഇപ്പോഴത്തെ ചീത്തപ്പേര് നീങ്ങിക്കിട്ടില്ലേ സർ? ഉവ്. നിങ്ങളുടെ അറിവിൽ ഡോക്ടർ രേഖയ്ക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? പ്രൊഫഷണലായിട്ടോ അല്ലാതെയോ ആരെങ്കിലും? ഇല്ല സർ, എൻ്റെ അറിവിൽ അങ്ങനെ ആരുമില്ല. എല്ലാരെയും സ്നേഹിക്കുന്ന ഒരാളോട് ആർക്കെങ്കിലും ശത്രുത ഉണ്ടാവുമോ? ബൈ ദ വേ, സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഞാനത് തുറന്നു പറയാൻ പാടില്ലല്ലോ. ഓ, ഐ ആം സോറി. ആവേശവും ആകാംക്ഷയും കൊണ്ട് ഞാനങ്ങ് ചോദിച്ചു പോയതാണ് സർ. സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. നഴ്സിംഗ് ഹോമിലെ സ്റ്റാഫിനെ ആരെങ്കിലും മിസ്റ്റർ രാമോഹന് അടുത്തറിയാവോ? ഇല്ല സർ, ജോലി തിരക്ക് കാരണം വല്ലപ്പോഴേ ഞാൻ നഴ്സിംഗ് ഹോമിലേക്ക് പോകാറുള്ളൂ. പോയാൽ തന്നെ 5-10 മിനിറ്റ് അവളോട് സംസാരിക്കും പോരും. സത്യം പറയാമല്ലോ, അവിടെ എത്ര സ്റ്റാഫ് ഉണ്ടെന്ന് പോലും എനിക്ക് കൃത്യമായി അറിയില്ല. നഴ്സിംഗ് ഹോമിലെ ഒരു രോഗി ഒഴിച്ച് മറ്റെല്ലാവരും ആ ഭക്ഷണം കഴിച്ചു. ഒരാൾ മാത്രം ഒഴിവായി. അതാരാണ് സർ? മുരുകൻ. അതാണ് അവന്റെ പേര്. അവൻ മനഃപൂർവ്വം മാറിയെന്നാണോ എന്ന് വ്യക്തമല്ല. ഏതായാലും വിരലടയാളത്തിന്റെ റിപ്പോർട്ട് കിട്ടുന്നതുവരെ മാത്രമേ ഈ അവ്യക്തത ഉണ്ടാവൂ. റിപ്പോർട്ട് വരുന്നതോടെ യഥാർത്ഥ പ്രതി ആരെന്ന് തെളിയും. ഇവിടെ വരെ ആയി കാര്യങ്ങൾ. പേഷ്യൻസിന്റെ ആൾക്കാർ പിന്നെ ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല. CI പിന്നെ വന്നോ? ആ, വന്നിരുന്നു.
പ്രതി ആരായിരിക്കുമെന്ന് എന്തെങ്കിലും ഊഹം പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ഫിംഗർ പ്രിന്റ്സിന്റെ റിപ്പോർട്ട് വന്നാലേ അതറിയൂ. ആ വരട്ടെ. സിയെ ഞാനും കണ്ടിരുന്നു. കേസ് ഒരിക്കലും നിനക്കോ നഴ്സിംഗ് ഹോമിനോ എതിരെ വരാതിരിക്കാൻ എന്നാൽ കഴിയുന്നതൊക്കെ ഞാനും ചെയ്യുന്നുണ്ട്. മോളെ, നിന്നെ അപമാനിച്ചവരെ കൊണ്ടൊക്കെ ഞാൻ പ്രായശ്ചിത്തം ചെയ്യിക്കും. ഏട്ടന്റെ ഈ വാക്കുകൾ എനിക്കെന്ത് ആശ്വാസമാണെന്നോ. ഐ നോ ദാറ്റ്. മരിച്ചുപോയ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്നത്. ഒരു കുഴപ്പവും നിനക്ക് വരില്ല കുട്ടി. നല്ലത് മാത്രമല്ലേ നീ ചെയ്തിട്ടുള്ളൂ. പിന്നെന്തിനു മനസ്സ് വേദനിക്കണം? എനിക്ക് അങ്ങോട്ട് പോണം. മാറ് മാറി നിൽക്കണേ. മുരുക, ഇവൻ ആര്? ആരാ മോളെ ഈ കോലം? വിഷം കഴിക്കാത്ത ഒരേ ഒരു രോഗി. മുരുകൻ എന്നാ പേര്. കണ്ട പേടിച്ചു പോകുമല്ലോ. ഇവനെയൊക്കെ നീ എങ്ങനെ ചികിത്സിക്കുന്നു? ഹോപ്പ്ലെസ് കേസുകൾ. ഇവനെയൊക്കെ ചികിത്സിക്കുന്നതിന് വട്ടാവും. ഏട്ടൻ വരൂ, അകത്തിരിക്കാം. ആ സഞ്ജു, എന്താ മേഡം? ഏട്ടൻ വന്നിട്ടുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വയ്ക്ക്. ശരി. വരൂ ഏട്ടാ, ഇരിക്കൂ. ഇരിക്കൂ. അന്ന് ഏട്ടനോട് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. ഛേ, ഇത്തരം ചടങ്ങ് വാചകങ്ങളൊന്നും നമ്മൾ തമ്മിൽ വേണ്ട. അങ്ങനെയാണെങ്കിൽ ഞാനും പറഞ്ഞില്ലേ വായി തോന്നിയതൊക്കെ. സ്നേഹമുള്ളിടത്തെ വഴക്കുള്ളൂ, അതറിയില്ലേ? ഒരു അപരിചിതനോട് എനിക്കൊരു വഴക്കിടാൻ പറ്റുമോ? നിനക്ക് പറ്റുമോ? ഏട്ടനോട് തന്നെയാ നീ കോപിക്കേണ്ടത്. തിരിച്ച് നിന്നോട് ഞാനും ചൂടാവും, ഭയങ്കരമായി ചൂടാവും. അതാണ് രക്തബന്ധത്തിന്റെ ചൂട്. മനസ്സിലായില്ലേ? ദാ പിടിച്ചോ 4 ലക്ഷം. ഇത് കൊടുത്ത് ആ ചെന്നായ്ക്കളുടെ വിശപ്പടക്ക്. ഏട്ടാ, വീണ്ടും ചടങ്ങ് വാചകങ്ങളൊന്നും വേണ്ട. എനിക്ക് ദേഷ്യം വരും. ദാ പിടിക്ക. ഇതിന് പകരമായി ഞാൻ അന്ന് പറഞ്ഞ പോലെ എന്റെ പ്രോപ്പർട്ടി ഞാൻ ഏട്ടന്റെ പേരിൽ. അയ്യോ എന്റെ പൊന്നു പെങ്ങളെ, ഈ പകരത്തിന് പകരം ഒന്ന് നിർത്താമോ? ഏട്ടന് ബാർ ഹോട്ടൽ കെട്ടണ്ടേ? തൽക്കാലം ഞാനത് അമേരിക്കയിലാ കെട്ടാൻ പോകുന്നത്. എന്താ തീർന്നില്ലേ? നീ ഈ ചെക്ക് കൊണ്ടുപോയി മാറാൻ നോക്ക്. എന്നിട്ട് നിന്റെ കടബാധ്യത തീർക്ക്. പിന്നൊരു കാര്യം, നേഴ്സിംഗ് ഹോം അടച്ചുപൂട്ടാനുള്ള നിന്റെ തീരുമാനമുണ്ടല്ലോ, അതങ്ങ് മാറ്റിവെച്ചേക്ക്. ബാർ ഹോട്ടൽ ഒരു മസ്റ്റൊന്നുമല്ല. ഇറ്റ്സ് എ സോഷ്യൽ ഈവിൽ ടു. അങ്ങനല്ല നഴ്സിംഗ് ഹോം. മനസ്സിലായല്ലോ? മേലിൽ എന്റെ മുമ്പിൽ അക്കാര്യം പറഞ്ഞു പോകരുത്. ഓക്കെ, ഞാൻ പോകുന്നു. ഡോക്ടർ മേനോട് പറഞ്ഞേക്കെ. ചായ കുടിച്ചിട്ട് പോയേട്ടാ. 100 കൂട്ടം തിരക്കിനുള്ളിൽ നിന്ന് സ്വല്പസമയം മോഷ്ടിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. കാര്യം ഇതായതുകൊണ്ട് മാത്രം. ചായയൊക്കെ പിന്നെ പോട്ടെ മോളെ. ആ പിന്നെ ഈ ചെക്ക് നിന്നെ ക്രെഡിറ്റ് ചെയ്യണം കേട്ടോ. ശരി, ഞാൻ പോട്ടെ. ശരി.
സാറേ നീ എപ്പോ ഇതിനകത്ത് കയറിയടാ? നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്തായി സാറേ കാര്യങ്ങള്? ഞാൻ ഇനി ഇവിടുന്ന് സ്ഥലം വിട്ടോട്ടോ? ഇപ്പൊ പാടില്ല. ഞാൻ പറയാം, എന്നിട്ട് മതി. നിന്നെ ആ CI സംശയിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം മുമ്പോട്ട്. CIക്ക് എന്നെ സംശയം ഉണ്ടെങ്കിൽ എന്റെ കാര്യത്തിൽ പിടി വീഴില്ലേ സാർ? അതെങ്ങനെയാടാ മണ്ട? നിയമത്തിന്റെ മുമ്പിൽ നീ ഇപ്പൊ ആരാ? ആരാ? എടാ മരമണ്ട, നീ ഇപ്പൊ ഭ്രാന്തനാ, ഫുൾ വട്ട്. അഥവാ പിടി വീണാലും നിനക്ക് ഈസി ആയിട്ട് ഊരി പോരാൻ പറ്റും. നീ സംശയിക്കണ്ട. ഒരു ഭ്രാന്തന് ആളെ തല്ലാം, കൊല്ലാം. നിയമത്തിന്റെ കണ്ണിൽ അതൊക്കെ ഒരു വട്ടന്റെ തമാശകൾ മാത്രം. മനസ്സിലായോ? അത് മനസ്സിലായി. പക്ഷെ ഈ പോലീസിന്റെ പ്രയോഗം എനിക്കറിയാം, സാറിന് അറിയില്ല. സംശയം തോന്നിയാലേ അവന്മാര് നമ്മുടെ ഭ്രാന്തൊക്കെ അങ്ങ് ഉരുട്ടി മാറ്റും. നീ വെറുതെ കാട് കയറല്ലേ മുരുക. കളികൾ ഒരുപാട് കളിച്ചിട്ടുള്ളവനായി റാംമോഹൻ. നിനക്ക് കുറേയൊക്കെ അത് അറിയാമല്ലോ. ഇന്നീ നിമിഷമല്ലല്ലോ നമ്മൾ തമ്മിൽ കാണാൻ തുടങ്ങിയത്. അതല്ല, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാൽ മാത്രം മതി. മനസ്സിലായോ? ആ നഴ്സിംഗ് ഹോമിൽ സ്റ്റാഫല്ലേ വരുന്നത്? കൊല്ലൂടെ ഞാൻ നിന്നെ ഇന്ന്. നീയാണോ എന്നെ പൈസ കൊടുത്തിട്ട് പോയത്? പട്ടി. നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചില്ലടാ. കൊല്ലൂടാ. പൈസ കൊടുത്തിട്ട് പോയത്. ഇവനാ വണ്ടി ഓടിക്കുന്നത്. ശരിക്കും പിടിച്ചോ. എന്താ ഞാനറിയാതെ എങ്ങനെയോ വണ്ടിക്കകത്ത് കയറി. കൊണ്ടുപോയി അകത്ത് കൂട്ടിയില്ല. എന്റെ കാശ് ഇവനെ കാശ് മോഷിച്ചോണ്ട് പോയത്. ഇവനെ ഞാൻ കൊല്ലിക്കാൻ. ഞാൻ പോട്ടെ മോളെ. അവനെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഹൈലി ഡേഞ്ചറസ്. 100% വട്ട. പോട്ടെ. ഹലോ. ഹലോ. എന്നെ അറിയോ? പ്രസാദ്.